ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ സ്നാക്കായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു കിഴങ്ങും ഒരു മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 2 നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് 2 നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് പകുതിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് കനം കുറച്ചിട്ട് ചെത്തിയെടുക്കണം. അതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ആവശ്യമുണ്ട്. ആ കോഴിമുട്ട നമുക്കിതിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കോൺഫ്ലവർ ഇല്ലെങ്കിലും മൈദയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലവർ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ കിഴങ്ങിൻ്റെ മുട്ടയുടെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം.
ഇതിൻ്റെ പരവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വേർതിരിച്ച് കിട്ടണം. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് കിട്ടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇതേപോലെ ആക്കി എടുക്കുന്ന വരെ നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊന്നും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നന്നായി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാം നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളായിട്ട് കഴിക്കുക. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി വിതറിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.